സോഡിയം പൊട്ടാഷ്യം പോലെ തന്നെ ഈ ഒമേഗ ബ്രെയിൻ എന്ന് പറയുന്നത് ഫാറ്റ് വെച്ചാണ് ഏകദേശം മുഴുവൻ ഉണ്ടാക്കിയേക്കുന്നത് എന്നുള്ളതാണല്ലോ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഈ omega-3-6 ബാലൻസ് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് എത്രമാത്രമാണ് ഈ നമ്മുടെ ഈ മെന്റൽ അസുഖങ്ങളെ ബാധിക്കാൻ സാധ്യത? ഫാറ്റ് എന്ന് പറയുമ്പം നമ്മളെപ്പോഴും നമ്മളുടെ ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. നമ്മുടെ ഓരോ അവയവത്തിനെയും ചുറ്റി നമ്മുടെ ബോഡിയെ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മുടെ സ്കിന്നിന്റെ തൊട്ടടിയിലാണ് ഒരു ഫാറ്റ് ലെയർ ഉള്ളത്. ഇതുപോലെ ഓരോ ഓർഗനെ ചുറ്റിയും ഫാറ്റ് ഉണ്ട്. ഈവൻ ഓരോ നെർവ്സിന്റെ കൂടെയും അതിന്റെ നെർവ്സും ആർട്ടറിയും വെയിനും ഒക്കെ ഒന്നിച്ചാണ് പോകുന്നത്. ഇതിനൊരു ചാനൽ പോലെയാണ്. അപ്പോൾ ആ ചാനലിനകത്തും ഈ ഫാറ്റ് വെച്ച് പൊതിഞ്ഞാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. പ്രൊട്ടക്ട് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ്. നമ്മുടെ ബ്രെയിനിന്റെ മെയിൻ കാര്യം ഫാറ്റ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ മസിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടീൻ വെച്ചാണ്. പക്ഷെ നമ്മളെപ്പോഴും പ്രോട്ടീൻ ഇമ്പോർട്ടൻസ് പറയും, നല്ല പ്രോട്ടീനുള്ള ഫുഡ് കഴിക്കണം, നല്ല ഹെൽത്ത് എന്നുള്ള. പക്ഷെ ഫാറ്റിനെ കുറിച്ച് ആരും ചിന്തിക്കാറില്ല. ഫാറ്റിൽ തന്നെ 2 ടൈപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റ് വരുന്നത്. ഒന്ന് എസെൻഷ്യൽ ഫാറ്റും നോൺ എസെൻഷ്യൽ ഫാറ്റും. നോൺ എസെൻഷ്യൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ്, നമ്മുടെ തേങ്ങയിലൊക്കെ ഉള്ള ഫാറ്റ്, നമ്മൾ ഈ നട്സിൽ നിന്നൊക്കെ മെയിൻലി കിട്ടുന്ന നോൺ എസെൻഷ്യൽ ഫാറ്റ്. അത് സാച്ചുറേറ്റഡ് ഫാറ്റും ഉണ്ട്, omega-9 ഉണ്ട്. അതിനെ നമ്മുടെ ബോഡിക്ക് മറ്റ് സാധനങ്ങളിൽ നിന്ന് ഉണ്ടാക്കാം. നമ്മുടെ ചോറ് എന്ത് കഴിച്ചു കഴിഞ്ഞാൽ അതിനെ വേണേൽ മാറ്റി ഈ സാച്ചുറേറ്റഡ് ഫാറ്റും omega-9 ആവശ്യമുണ്ടെങ്കിൽ omega-9 ബോഡി ബിൽഡിങ്ങിന് അതും ഉപയോഗിക്കാം. omega-6 സാച്ചുറേറ്റഡ് ഫാറ്റ് എനർജിക്ക് വേണ്ടിയിട്ട് മാത്രമേ അത് വലിയ ബെനിഫിറ്റ് ഉള്ളൂ. പക്ഷെ ഏറ്റവും കൂടുതൽ വേണ്ടത് ബോഡി ബിൽഡിങ്ങിന് വേണ്ട omega-3-6-9 ആണ്. അപ്പൊ നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കിയേക്കുന്നത് മെയിൻലി ഫാറ്റ് വെച്ചാണ്. അതിൽ തന്നെ ഏറ്റവും നമ്മുടെ ഫാറ്റ് omega-3 കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ബ്രെയിനിലാണ്. അതുപോലെ എൻഡോക്രൈൻ ഗ്ലാൻസ്, ടെസ്റ്റിസ്, അഡ്രിനൽസ്, ഈവൻ ദ സ്കിന്നിൽ ഉണ്ടല്ലോ, നമ്മളുടെ ഈ സ്കിന്നിന്റെ റിസപ്റ്റേഴ്സ് ഉണ്ടല്ലോ, സെൻസറി റിസപ്റ്റേഴ്സ്, സ്കിന്നിന്റെ അടിയിൽ ആ ഏറ്റവും റിസപ്റ്റർ കൂടുതലായിട്ടുള്ള ഭാഗവും omega-3 വളരെ കൂടുതലാണ്. അപ്പോൾ ഈ omega-3 ആണ് നമ്മളുടെ പല കാര്യത്തിലും ഒത്തിരി കൺട്രോൾ വരുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. omega-6 ഈക്വലി ഇമ്പോർട്ടൻ്റാണ്. പക്ഷെ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫുഡിൽ omega-6 വളരെ പ്ലെന്റിയാണ് നേച്ചറിൽ, പക്ഷെ omega-3 വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഫുഡിൽ നമ്മൾ ഈ നട്ട്സും ഓയിൽ സീഡ്സും എല്ലാം കുക്കിംഗ് ഓയിലും എല്ലാം വെരി ഹൈ omega-6 ആണ്. അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, അത് ഇൻഫ്ലമേറ്ററി ആണ്. omega-3 ആണ് ഹീലിംഗ് ആൻഡ് ആന്റി ഇൻഫ്ലമേറ്ററി, അത് കുറവാണ്. അപ്പൊ അതാണ് വേറൊരു മേജർ പ്രോബ്ലം ഫോർ നമ്മളുടെ ഇന്നത്തെ സൈക്കോളജിക്കൽ പ്രോബ്ലംസും എല്ലാ അസുഖങ്ങളും, ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് എല്ലാം, പ്രത്യേകിച്ച് മാനസിക രോഗങ്ങളുടെ ഒരു മേജർ കാരണം അതാണ്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.